കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അടുത്ത മാസം 2-ന് ദില്ലിയിൽ ചേരും. സ്ഥാനാർത്ഥി പട്ടികയിൽ ചർച്ചകൾക്ക് തുടക്കമാകും. ആർ റോഷിപാലുണ്ട് വിവരങ്ങളുമായി. റോഷിപാൽ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരുന്നതിന് മുന്നോടിയായി തന്നെ സംസ്ഥാനങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതല്ലേ? ആ ചർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി വരും ദിവസങ്ങളിൽ ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബിനിൽ, സംസ്ഥാനത്ത് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം വ്യാഴാഴ്ച ചേരുന്നു. ആ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പട്ടിക തയ്യാറാക്കുന്നു. പ്രാഥമിക പട്ടികയാണ് തയ്യാറാക്കി കൈമാറുന്നത്. ഈ തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ അതാത് സംസ്ഥാനങ്ങളിലെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് പ്രാഥമിക പട്ടിക തയ്യാറാക്കി. ഈ പട്ടികയിലുള്ള പ്രാഥമിക ചർച്ചകൾക്കാണ് 2-ാം തീയതി തുടക്കമാവുന്നത്. അന്ന് തർക്കങ്ങളില്ലാത്ത ഇടങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി പ്രഖ്യാപിക്കാനുള്ള ആലോചനയാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏതായാലും വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതിന്റെ സൂചനയാണ് 2-ാം തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിളിച്ചതിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും വിവിധയിടങ്ങളിൽ സ്ക്രീനിംഗ് കമ്മിറ്റികൾ AICC തന്നെ ചുമതലപ്പെടുത്തിയതുണ്ട്. ദക്ഷിണേന്ത്യയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി ആണ് ഹാരിസ് ചൗധരി ചെയർമാനായ 3-അംഗ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് കേരളത്തിന്റെയും ചുമതലയുള്ളത്. അതാത് സംസ്ഥാനങ്ങളിലെ AICC ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും ഒപ്പം ഈ അതാത് സംസ്ഥാനങ്ങളിലെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അതാത് സംസ്ഥാനങ്ങളിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരും CLP ലീഡർമാരുമാണ് പങ്കെടുക്കുക. ഏതായാലും 2-ന് ചേരുന്ന ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഒരുപക്ഷെ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ ഉണ്ടാകാനാണ് സാധ്യത. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തതയുണ്ടാകുമെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ഈ കാര്യത്തിൽ ഒരു സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ AICCക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ 2-നോ അല്ലെങ്കിൽ 3-നോ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും CPM ഉൾപ്പെടെ ഇടതുപക്ഷം ഉൾപ്പെടെ സമ്പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസും വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അത് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഔദ്യോഗികമായി കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപാൽ.